Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay. Fair ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Yes, ma'am. അറിഞ്ഞൂടാ. Good morning, ma'am. Good morning, all. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി ഉണ്മയായി നീ അണയൂ. കണ്ണിനു കനവായി കാതിനു കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. കണ്ണിനു കനവായി കാതിനു കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേയൻ പ്രണാമം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. Srifa mute on ആണ്. Okay. Sign in and thought of the day. Quote of the day ഞാൻ പറയാം മാം. പറഞ്ഞൂടാ. Good morning, ma'am. Good morning, all. Shirley from Alappuzha. Future depends on what we do in present. Mahatma Gandhi. Signing. ഞാൻ പറയാം. ഓക്കേടാ. ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ഉള്ള ഒരു റെഡിൽ ഇതാ ചോദിക്കുന്നത്. ആൻസർ ആയിരിക്കും പറയാം. I am not a fruit. I don't grow on trees. I am round and red. I am also red inside. People like to use me in salads. Who am I? അനാറാണ്. I am not a fruit. ടൊമാറ്റോയാ? Yes, tomato. ടൊമാറ്റോ പക്ഷെ ഫ്രൂട്ടാണ്. ടൊമാറ്റോ ശരിക്കും ഫ്രൂട്ട് എന്ന് ആണ്. പറഞ്ഞു. ടൊമാറ്റോ ശരിക്കും ഫ്രൂട്ട് ആണ് കേട്ടോ. സാലഡിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് ഗസ് ചെയ്തത് ടൊമാറ്റോ ആയിരിക്കുമെന്ന്. അപ്പോ പക്ഷേ ടൊമാറ്റോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടൊമാറ്റോ എന്താണ് ഒരു ഫ്രൂട്ട് ആണെന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാറ്റഗറിയിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ടൊമാറ്റോ മാത്രമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളിൽ കുറച്ച് പേരെങ്കിലും എന്താ പറയാ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ ട്രെയിനിങ്ങിനും ജോബ് പ്ലേസ്ഡ് ആയിട്ട് ജോബിനൊക്കെ ആയിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന ആദ്യത്തെ 5 മിനിറ്റ്സും ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മാത്രം, 5 or 10 മിനിറ്റ്സോ ലാസ്റ്റ് 10 മിനിറ്റ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ. അതിനിടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, നമ്മൾ വർത്താനം ഒന്നും പറയരുത് നിങ്ങള്. സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലേ, അത് അവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ
എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ലാസ്റ്റ് 10 minutes നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് ഇന്ററാക്ഷൻ സെഷൻ ആ ടൈമിലേക്ക് മാത്രം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നായിരുന്നു അല്ലേ? അതെ മാം. അതിലെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ ഒന്നും കൂടി പറയാം. അറ്റ് ബർത്ത് കുട്ടികളിൽ ലാംഗ്വേജ് പ്രസന്റ് ആണോ? ലാംഗ്വേജ് ഉണ്ടാവില്ല. അറ്റ് ബർത്ത് കുട്ടികളിൽ എന്തില്ല, ലാംഗ്വേജ് ഇല്ല കേട്ടാ. മിനിറ്റ് അറ്റ് ബർത്ത് കുട്ടികളിൽ എന്തില്ല, ലാംഗ്വേജ് ഇല്ല. ഓക്കെ, ആബ്സെന്റ് ആണ്. അവര് ഒരു 4th വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും തോട്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തോട്ടിൽ നിന്നൊരു സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? സ്മൈലാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കുട്ടികളിൽ കാണുന്ന ആ ഒരു പ്യുവർ ആയിട്ടുള്ള നിഷ്കളങ്കായിട്ടുള്ള ഒരു ചിരി. അത് പിന്നെ വരുന്നത് കൂളിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 16 വീക്സിലൊക്കെയാണ് വരുന്നത്. ബബ്ലിംഗ് സ്റ്റേജ് ആ ഒരു ലാംഗ്വേജ് വരുന്നത് 28 വീക്കിലാണ്. 40 വീക്സിലാണ് നമ്മൾ പറയുന്ന സൗണ്ടുകൾ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഏത് വീക്കിലാണ്? ഒരു 40 വീക്ക് ഒക്കെ ആവുമ്പോൾ നമ്മളോട് തിരിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ദെൻ അറൌണ്ട് 52 വീക്സ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു വേർഡ് എന്ന് വെച്ചാൽ 1 year ആണ്. 52 വീക്സ് എന്ന് പറയുമ്പോൾ 1 year ആണ്. 1 word 2 words ഒക്കെ പറയാനായിട്ട് തുടങ്ങും. 18 months ഒക്കെ ആവുമ്പോഴേക്കും അവർ സെന്റൻസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ സെന്റൻസ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. 24 മാസമൊക്കെ ആകുമ്പോൾ സിമ്പിൾ ഫ്രേസ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. ഒരു 36 months ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ നല്ല രീതിയിൽ സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറയുന്നത് വ്യക്തമാവും. പിന്നെ കൺജക്ഷനും പ്രപ്പോസിഷനും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഒരു 4 years ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമുക്ക് കുട്ടികളിൽ ഒരു കൊഞ്ചിയല്ലേ സംസാരിക്കുന്നത് അല്ലെ? കുഞ്ഞു കുട്ടികളൊരു എന്താ പറയാ പിന്നെ മലയാളത്തില് മണിമുത്ത് പൊഴിയുമ്പോൾ വർത്താനം പറയാൻ തുടങ്ങുമെന്ന് 3-ാം വയസ്സിൽ. ഓക്കെ, മണിമുത്ത് ഓക്കേടാ. 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവര് ഇൻഫന്റ് ആർട്ടിഫിഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചാരണം, നമ്മളെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കൊഞ്ച് സംസാരമില്ലേ, അത് മാറി അവരുടെ സൗണ്ട് കറക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെ ആകും. ഒരു 5 years ആകുമ്പോഴേക്കും നമ്മൾ ആ കൊഞ്ച് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇവിടേക്ക് എങ്ങനെയാ പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശിശു ഉച്ചാരണം എന്നാ പറയുന്നത്. ആ കൊഞ്ച് സംസാരിക്കുന്ന മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇവിടെ വരെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, important factors that influence language development are the child maturity pattern. The child maturity level and more particularly his physical and motor development influences grammatical behavior at a different age. നമ്മുടെ കുട്ടിയുടെ മെച്യൂരിറ്റി ലെവൽ. ഓക്കെ അർച്ചന, നമ്മുടെ കുട്ടിയുടെ മെച്യൂരിറ്റി ലെവല് ഈ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടി അത്യാവശ്യം മെച്യൂർഡ് ആണെങ്കിൽ അവരുടെ സംസാരത്തിലും ആ ഒരു മെച്യൂരിറ്റി നമുക്കത് കേൾക്കാനായിട്ട് പറ്റും. 1 minute, അച്ഛന വോയിസ് ഓൺ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാടാ, ഇതൊക്കെ എന്റെ കുട്ടികളാണ്. നോക്കെ എന്തോ ടീച്ചറിന്റെ ടീച്ചറാണ്. ഒരു ഹായ് പറയൂ. ഹായ് പറയൂ. ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് ടീച്ചറെ. ഓക്കെ, എന്നാ വർക്കിംഗ്
ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ചൈൽഡ് മെച്യൂരിറ്റി പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി മെച്യൂർഡ് ആണെങ്കിൽ ആ കുട്ടിയുടെ ലാംഗ്വേജിൽ അത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. സോ കുറച്ചുകൂടി ഫിസിക്കൽ, അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കുട്ടിയുടെ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്രാമാറ്റിക്കൽ ബിഹേവിയർ ഡിഫറെന്റ് ഏജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് സെന്റൻസിലൊക്കെ ഗ്രാമാറ്റിക്കൽ ബിഹേവിയറും എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Around 6 months, her parent heard her producing sound like Baba, Mama, Papa. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കുട്ടികള് ഈ ബാപ്പ, മാമ അല്ലെങ്കിൽ പാപ്പ സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എന്റെ കുട്ടിയുടെ കേസിൽ ഞാൻ പറഞ്ഞത് ചാച്ച എന്നുള്ള സൗണ്ടാണ്, ചാ എന്നുള്ള സൗണ്ടാണ് അവൾ പ്രൊഡ്യൂസ് ചെയ്തത്. ദ ഡെവലപ്മെന്റ് ഓഫ് സച്ച് ലെറ്റേഴ്സ് സിമിലർ സൗണ്ട് ഈസ് കോൾഡ് ബാബ്ലിംഗ്. അപ്പൊ ഇങ്ങനത്തെ ബാബ, പപ്പ, മാമ, പാപ്പ അങ്ങനത്തെ സൗണ്ടിന് നമ്മൾ പറയുന്ന സിമിലർ ആയിട്ടുള്ള സൗണ്ട് കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബാബ്ലിംഗ്. അത് മിക്ക കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ഈ ഇതന്നെ ആവണമെന്നില്ല, ഇതന്നെ ആവണമെന്നില്ല. മിക്ക കുട്ടികളിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ബാബ്ലിംഗ് ആയിരിക്കും. ഓക്കെ, അനൂസ് mother is very happy when Anus articulates her first meaningful word mark around the age of 9 months. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, അനുവിന്റെ അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം അനു ആദ്യമായിട്ട് മാമ ഉള്ളൊരു പേര് ഫസ്റ്റ് പ്രൊണൗൺസ് ചെയ്തു. ഷീ ആർട്ടിക്കുലേറ്റ്സ് ഹിസ് വേർഡ്സ് ഓൺ സീയിങ് ഹർ മദർ. അവളുടെ അമ്മനെ കാണുമ്പോഴാണ് മാന്നുള്ള വേർഡ് പറയുന്നത്. അത് മനസ്സിലായി. When a child utters the word milk, it carry a whole sentence in it. Okay, അപ്പം പാപ്പ അല്ലെങ്കിൽ പാപ്പം എന്നൊക്കെ പറയില്ലേ, ഫുഡ് അല്ലെ അങ്ങനെ എന്നുവെച്ചാൽ മിൽക്ക് എന്നുള്ള വേർഡ് പറയുകയാണെങ്കിൽ അത് ഒരുപാട് സെന്റൻസ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഒരു 9-8 മന്ത്സില് ഈ ഒരു മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വേർഡ്സ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ചൈൽഡ് വാണ്ട്സ് മിൽക്ക്. ഒന്നല്ലെങ്കിൽ അവൾക്ക് മിൽക്ക് ഇപ്പൊ വേണം, പാലിപ്പൊ കുടിക്കണം. ഓർ ദാറ്റ് ഷീ ഈസ് ഫുൾ, പാല് മതി. ആൻഡ് ഡസ് നോട്ട് വാണ്ട്സ് എനിമോർ. ഇനി വേണ്ട, മിൽക്ക് വേണ്ട. ചില മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് അവൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ മിൽക്ക് എന്ന് പറയുമ്പോ ചിലപ്പോ അമ്മനെ കാണാണ്ടാവുമ്പോ ചില കുട്ടികൾ അങ്ങനെ പറയും, അമ്മ പാപ്പ അങ്ങനെ പറയാറുണ്ട്. ചില കുട്ടികൾ മിൽക്ക് വേണം, ഐ വാണ്ട് ദ മിൽക്ക് എന്നുള്ളത് മിൽക്ക് എന്ന് പറയുന്ന വേർഡ് മാത്രം ഉദ്ദേശിച്ചു. അല്ലെങ്കിൽ അവർക്ക് മതിയെങ്കിൽ ആ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ വൺ വേർഡ് മേ ബി യൂസ്ഡ് ടു നെയിം സെവറൽ ഒബ്ജക്റ്റ്. സെവറൽ ഒബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഒറ്റ വേർഡ് ചില കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, all 4-legged animals may be called by the word dog. ഡോഗ് എന്ന് പറയും. 4 കാലുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഡോഗ് എന്ന് പറയും. ഇപ്പൊ എന്റെ മോളുടെ കേസിലാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടില് ഡോഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ബോബോ എന്നാ പറയുന്നത്, ബോബോ. അപ്പൊ ഈ പൂച്ചനെ കണ്ടാലും ആദ്യം അവൾ ബോബോ എന്നാ പറയുന്നത്. പിന്നെ അവൾക്ക് മനസ്സിലായി ബോബോ വേറെ പൂച്ച വേറെ, രണ്ട് ഡിഫറൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായത്. അപ്പൊ എല്ലാത്തിലും 4 കാലുള്ള ജീവികളെല്ലാവരും ബോബോ എന്ന് പറയും. അപ്പൊ ചില വേർഡുകളുണ്ട്. മോന്റെ കാര്യം പറയുകയാണെങ്കിൽ പല്ലിനെ കണ്ടു കഴിഞ്ഞാല് അബീന പറയണേ. എന്താന്ന് പറഞ്ഞൂടെ, പല്ലിനെ അബീന പറയണേ. അപ്പൊ പല്ലിനെ കണ്ട അബീന്ന് പറയും. അതേപോലെ ചെറിയ ഒക്കെ അവൻ അബീന പറഞ്ഞിരുന്നത് ആദ്യമായിട്ടാ. ഫസ്റ്റ് ആ ടൈമില് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം, 1 year ആ ടൈമിലായിരുന്നു ഈ വേർഡുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. It is gradually she learned the difference and learns to use specific name like cow, goat, horse. പിന്നീടാണ് അവൾക്ക് മനസ്സിലാക്കുന്നത്, കുട്ടി മനസ്സിലാക്കുന്നത് നമ്മൾ ഡിഫറൻസ് ഉണ്ട്, ഷേപ്സിലും സൈസിലൊക്കെ ഡിഫറൻസിൽ അവർ മനസ്സിലാക്കും. ഇത് ഗോട്ടാണ്, ഇത് കൗ ആണ്, ഇത് ഹോസ് ആണ്. എന്റെ മോള് എന്താണ് പശുവിനെ എന്താ പറയാ ഉമ്പ എന്ന് പറയുന്നത്. പശുവിനെ കണ്ടതിന് ഉമ്പ. സാധാരണ എല്ലാവരുടെ അടുത്തും പറയുന്നല്ലോ ഉമ്പനെ കണ്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അവള് പശുവിനെ കണ്ട ഉമ്പ എന്ന് പറയും. അതേപോലെ തന്നെ പറമ്പില് ആൾക്കാര് എന്താ പറയുക, പോത്തിനെ കൊണ്ട് കിട്ടും. അപ്പൊ അതിനെ കണ്ടാലും ഉമ്പ എന്ന് പറയും. ആടിനെ കണ്ടാലും ഉമ്പ എന്ന് പറയും. അങ്ങനെ ചെയ്യും. പുല്ലൊക്കെ തിന്നണല്ലേ, പറമ്പിൽ കിട്ടിയിരിക്കുന്ന എല്ലാ ജീവികളെയും അവള് എന്താ പറയുക, ഉമ്പ എന്നാ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞൊരു എനിക്ക് 1-1.5 വയസ്സിൽ 2 വയസ്സിനുള്ളിൽ ഡിഫറൻസ് മനസ്സിലായി. അത് പശു, അത് ഇന്നത്, അത് ആട് എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്തോളൂ. ഓക്കെ,
ആ ഒരു ഏജിൽ കോഴിനെ ബബ്ബ എന്നല്ല മാം പറയണ, ബബ്ബ. ബബ എന്ന് പറയണം. കോഴിനെ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ കിട്ടൂലടാ. അതുകൊണ്ട് ഇവിടെ പിള്ളേർ പറയണ കേൾക്കാം, കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ അതേ ബബ്ബ ചോറ് തിന്നാനായിട്ട് കൊടുക്കുമ്പോ ദേ നോക്കി ബബ്ബ പോണ നോക്കിയേ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമിന്റെ അവിടെ കോഴിയില്ലേ? ഞാൻ കുറെ കാലമായി കോഴിനെ കണ്ടിട്ട്. വെച്ചാല് വിൽക്കാൻ വേണ്ടി വരുന്ന കോഴി അല്ലാണ്ട് നാട്ടില് കാണില്ലേ നമ്മള് സാധാരണ. വീട്ടിലൊന്നും കോഴിനെ വളർത്തുന്നവരില്ല? ഇല്ലാടാ, ഈ പുസ്തകം കൊണ്ട് കാണിച്ചാൽ പക്ഷെ ആരും ഇല്ല. അപ്പം ബബ്ബ എന്ന് പറയുന്നത് അവള് കോഴിമുട്ട ഇല്ലേ, കോഴിമുട്ട, അതിനെയാണ് ബബ്ബ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലാംഗ്വേജ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ മാമു, മീമി. ഓക്കെ, മീമിനെ ഫിഷിനെ കാണുകയാണെങ്കിൽ മീമി എന്ന് പറയും. അത് ചില കുട്ടികളിലെ ഡിഫറൻസ് ആണ്. ചിലവരിൽ ഈ സാധാരണ ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ സെയിം അവർ ഡിഫറൻസ് ഒരു 18 months ഒക്കെ ആകുമ്പോ അവർക്ക് മനസ്സിലായി ഡിഫറൻസ് മനസ്സിലാക്കി തുടങ്ങും. അറ്റ് അബൌട്ട് 18 months അനു ഹാഡ് എ വൊക്കാബുലറി ഓഫ് അബൌട്ട് 50 words. ഒരു 18 മാസമൊക്കെ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ വൊക്കാബുലറി ഡിക്ഷണറിയിലുള്ള വേർഡ്സ് എത്രയായിരിക്കും? 50 ആയിരിക്കും. As her second year birthday selected, Anu could link 2 words and make sentence like my doll, Papa pen, Mama office, Papa office, etc. 2 വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. എന്റെ മോള് ലേറ്റ് ആയിട്ടാണ് പറഞ്ഞു തുടങ്ങി, സംസാരിച്ചു തുടങ്ങിയത്. അവള് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ട്, 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവള് വേർഡ്സ് പറയുള്ളൂ. സെന്റൻസ് ഫോം ചെയ്യുന്നത് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ എന്റെ മോനുണ്ടല്ലോ, അവൻ നേരത്തെ സെന്റൻസ് ഫോം ചെയ്ത് തുടങ്ങി. ഇപ്പൊ അവൻ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറയും. അത്രയും വലിയ സെന്റൻസ് ആൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 2 വയസ്സായപ്പോ എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയ സെന്റൻസ് ആണ് അവൻ ഫോം ചെയ്യണത്. എനിക്ക് തോന്നുന്നു മോളുടെ ടൈമില് ഞങ്ങൾ അധികം ആരും സംസാരിക്കാൻ വേറെ ആരുമില്ല. പക്ഷെ മോന്റെ കേസിൽ അവളാണ് കൂടുതലായിട്ട് അവനോട് സംസാരിക്കുന്നത്. മോള് മൂത്ത ആളുടെ കേട്ടിട്ട് ഒന്നുകൂടെ പഠിക്കും. അതെ, അപ്പൊ അവള് പറയുന്നത് അനുസരിച്ച് അവൻ സെന്റൻസുകൾ വേഗം ഫോം ചെയ്തു. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇളയ കുട്ടികൾക്ക് ചിലപ്പോൾ സ്പീഡി ആയിരിക്കും, മൂത്ത കുട്ടികൾക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. ഡിഫറൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേ ആകുമ്പോഴേക്കും അവർ 2 വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങും. ആ മീൻസ് ഉണ്ട്. മൈ ഡോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോള് വേണം, എന്റെ ഡോൾ എന്റെ അടുത്തേക്ക് പോയി, എനിക്ക് ആ കടയിൽ കിടക്കുന്ന ഡോള് വേണം. അങ്ങനെയൊക്കെ പല മീനിങ് ആയിരിക്കും. ഡോൾ അങ്ങനെ കാണിച്ചിട്ട് ഡോൾ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു മീനിങ് ആയിരിക്കും. പല മീനിങ് അവർ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റൊരു വേർഡ് അല്ലെങ്കിൽ 2 വേർഡിൽ നിന്ന് അവര് അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ ഡോൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഡോൾ വേണമെന്നായിരിക്കും, ചിലപ്പോൾ ഡോൾ വേണ്ടാന്നായിരിക്കും, ചിലപ്പോൾ ഡോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവരുടെ ആക്ഷൻസ് എന്നൊക്കെ നമ്മളത് ലാംഗ്വേജ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് മനസ്സിലാക്കണം. By the second birthday, a child can create about 100 words. നമ്മൾ പറഞ്ഞു 18 months ഒക്കെ ആകുമ്പോഴേക്കും 50 വേർഡ്സ് ആയിരിക്കും ആ കുട്ടിയുടെ വൊക്കാബുലറിയിൽ ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴേക്കും 100 വേർഡ്സിലേക്ക് അതിന്റെ വൊക്കാബുലറി കൂടും. ഓക്കെ, നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പേര് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കുട്ടികളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു 2.5 years കഴിഞ്ഞിട്ടും ലാംഗ്വേജ് പ്രോപ്പറായിട്ട് അവർ പറഞ്ഞില്ലെങ്കിലും നമ്മള് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, 2.5 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പല കുട്ടികളിലും പല ടൈപ്പായിരിക്കും ലാംഗ്വേജ് ഡെവലപ്മെന്റ്. കാരണം കൂടുതൽ സംസാരിക്കുന്ന വീട്ടിലെ കുട്ടികൾ പെട്ടെന്ന് ചെറുപറാന്നൊക്കെ വർത്താനം പറയുന്നത് കേൾക്കാം. അധികം സംസാരിക്കാത്ത ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടാവും. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് എന്റെ മോളുണ്ടെങ്കിൽ വീട്ടിലെ ഭയങ്കര സൗണ്ടും ബഹളൊക്കെയാണ്. പക്ഷെ മോളില്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലാണ് അല്ലെങ്കിൽ അവൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും. ആരും അങ്ങനെ അധികം സംസാരിക്കില്ല. പിന്നെയും ഞാനാണ് സംസാരിക്കുന്നത്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ആരും അധികം ഉറക്കെ സംസാരിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എന്റെ സൗണ്ട് കുറഞ്ഞു, നമ്മൾ സംസാരിക്കുന്നതിന്റെ സൗണ്ട് കുറഞ്ഞു. പിന്നെ കണ്ടന്റ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റിന്റെ നീളവും കുറഞ്ഞു. നമ്മൾ അധികം നീട്ടി വലിച്ചൊന്നും കണ്ടന്റ് പറയില്ല, നേരെ കാര്യം പോയിന്റ് പറയും. അവിടെ ഓരോരുത്തരുടെ ഫാമിലീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ജനിക്കുന്ന കുട്ടികളും ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ സ്വന്തം ഫാമിലിയിൽ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. ഞങ്ങൾ എപ്പോൾ ഉറക്കെ സംസാരിക്കും, ഭയങ്കര തിരിച്ച് ഉറക്കെ സംസാരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരുന്ന് സംസാരിക്കും. ഞങ്ങള്
അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇപ്പൊ എന്റെ മോൾ അവിടെ പോകുമ്പോ അവൾ നന്നായിട്ട് സംസാരിക്കും. ചെറുപ്പത്തില് എന്റെ വീട്ടിലായിരുന്നു കൂടുതൽ ഞങ്ങൾ നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് അവളിൽ നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുഴപ്പമില്ല, സംസാരിക്കും, ഭയങ്കര ഓക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ചാപ്റ്റർ പഠിക്കാൻ്റെ ആ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാം. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് അവരുടെ ലാംഗ്വേജ് തുടങ്ങുന്നത് ക്രൈയിങ് ആണ്, അല്ലെ? ആദ്യം കരച്ചിലല്ലേ കുട്ടികൾ, പിന്നെ കൂളിങ്, പിന്നെ ബബിളിങ് സ്റ്റേജ്, പിന്നെ മീനിങ് ഫുൾ വേർഡ്, മാപ്പ, അങ്ങനത്തെ മീനിങ് ഫുൾ വേർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സിമ്പിൾ സെന്റൻസ്, സിമ്പിൾ വേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സ്റ്റേജസ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്, വൺ ബോൾ, സീ ബോൾ, അങ്ങനെ സിമ്പിൾ സെന്റൻസ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂടുതലായിട്ട് അപ്പൊ കുട്ടികളിൽ അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാഡ് വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ചില കുട്ടികൾ ബാഡ് വേർഡ്സ് കേൾക്കും. അവർ എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികൾ എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് ബാഡ് വേർഡ് ആണ്, ഇത് ഗുഡ് വേർഡ് ആണ്, തിരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ബാഡ് വേർഡ്, ഇന്നത് ഇത് ബാഡ് വേർഡ് ആണ് മോനെ, അങ്ങനെ പറയാൻ പാടില്ല. ബാഡ് ബോയ്സ് ആണ് അങ്ങനെ പറയുന്നത്, ബാഡ് ഗേൾസ് ആണ് പറയുന്നത്, ഗേൾ ആണ് അങ്ങനെ പറയുന്നത്, ഗുഡ് ഗേൾസ് അങ്ങനെ ഒന്നും പറയില്ല, നല്ല കുട്ടികൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുക്കാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എനിക്ക് തോന്നുന്നു പാരന്റ്സ്, ഫാമിലിയുമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേപോലെ സിബ്ലിങ്സ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സും ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ഓക്കെ കേട്ടോ. അപ്പൊ നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 5 ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. നമ്മള് 5 ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് മൊത്തമായിട്ട് പഠിച്ച്, ദെൻ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചു, ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് എടുത്തില്ലേ മിസ്? ആദ്യ മിസ് എടുത്തിട്ടുണ്ട് മാം. ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആണ് അല്ലെ. ഇതില് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഞാനല്ലേ എടുത്തത്? കിട്ടിയോ? അതെ മാം. MCQ കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഇല്ല, അതിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. കിട്ടി. കിട്ടിയോ? ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. MCQ ലാംഗ്വേജ് ഡെവലപ്മെന്റ് MCQ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇത് വലുതാണ്. സൈക്കോളജി എന്ന് പറയുന്ന പോർഷനുകളാണ്. നമ്മളിപ്പോ സൈക്കോളജി എന്തോരം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമുക്ക് ഒത്തിരി വലിയ ചാപ്റ്റർ ആണ് നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. നീഡ്സ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണെന്നേ പറഞ്ഞോളൂ കേട്ടോ. വലിയ ചാപ്റ്റർ എന്നല്ല, എന്നാലും ഇത്തിരി പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. കുഴപ്പമില്ല, നല്ല ചാപ്റ്റർ ആണ്, എനിക്ക് ഇഷ്ടമാണ്. നീഡ്സ് എന്നാ പറയുന്നത്. മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ. അപ്പോ നമ്മള് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ആവാണ്. യൂണിറ്റ് 8 നീഡ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ. ഇതില് ഫസ്റ്റ് പറയുന്ന ടോപ്പിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. എന്നിട്ട് നോക്കൊരു മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മള് നോക്കുന്ന ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 8 നീഡ്സ് ആണ്. എന്താണ്? സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. അപ്പൊ എന്താണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് ആദ്യം തന്നെ നമുക്ക് പറയാം. സൈക്കോളജിക്കൽ നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നീഡാണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ നീഡ്സ് പറയുന്നത് ഹങ്കർ, വിശപ്പ്, തേഴ്സ്റ്റ്, ദാഹം, ഷെൽട്ടർ, നമുക്ക് താമസിക്കാനായിട്ടുള്ളൊരു പാർപ്പിടം. ഓക്കെ. സൈക്കോളജിക്കൽ നീഡ്സ് ആർ എസെൻഷ്യൽ ടു ദ മെന്റൽ ഹെൽത്ത് ആൻഡ് ആർ കൺസിഡേർഡ് സൈക്കോളജിക്കൽ ന്യൂട്രിയൻസ് that support growth, integrity and adjustment. നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും അതേപോലെ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്തിനും ഇന്റഗ്രിറ്റിക്കും ഒക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ നീഡ്സ് ആർ എസെൻഷ്യൽ ഫോർ പീപ്പിൾസ്. നമുക്ക് വ്യക്തികൾക്ക് നീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീഡ്സ് ഫോർ ഫിസിക്കൽ സർവൈവൽ, നമുക്ക് ഫിസിക്കലി സർവൈവ് ചെയ്യാനായിട്ട് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എല്ലാം വേണം. ക്ലോത്തിങ്, നല്ല രീതിയിൽ ഉറങ്ങാനും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ വേണം. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏത് നീഡാണ് ഏറ്റവും കൂടുതൽ ആവശ്യം? നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്നുണ്ട്, ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒറ്റൊരു കാര്യമുണ്ട്. അതെല്ലാ പാരന്റ്സും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മളിപ്പോ നമ്മളുടെ പുതിയ തലമുറകളിലെ കുട്ടികൾക്ക് നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു നീഡാണത്. നീഡ് ഓഫ് അഫെക്ഷൻ. കുട്ടികൾക്ക് അഫെക്ഷൻ വേണം, വാത്സല്യം വേണം. ഒരു കുട്ടീനെ നമ്മൾ നല്ല വാത്സല്യത്തോടെ നല്ല കെയറിങ്ങോടെ ആണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നില്ല. അവരുടെ സ്വഭാവം എപ്പോഴും ഒരു പോസിറ്റീവ് ക്യാരക്ടറിലേക്ക് ആയിട്ട് പോകുന്നുണ്ട്.
നമ്മൾ അവരൊരു ഫീൽ ഓഫ് ലവ്, അവരെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, അവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മളോട് വന്ന് തുറന്ന് പറയാനായിട്ട് അവന് തോന്നണമെന്നുണ്ടെങ്കിൽ അവന് ഫീലിംഗ് വേണം. എനിക്ക് എന്റെ പാരന്റ്സ് ഉണ്ട്, എന്റെ പുറകെ എന്ത് കാര്യത്തിനും സപ്പോർട്ടിങ് ആയിട്ട് എന്റെ പാരന്റ്സ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തായിരിക്കും തിരിച്ച് എന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് ചെല്ലാം എന്നുള്ളൊരു വിശ്വാസം, അതൊരു അഫെക്ഷൻ ആണ്. ആ ഒരു വാത്സല്യം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നെ വളർത്തണം. ചില പാരന്റ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അതിനോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ബാഗ് വായിക്കുന്നുണ്ട്, അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അവനോട് അടുത്ത് അങ്ങോട്ട് പെരുമാറാൻ പറ്റുന്നില്ല, സ്നേഹത്തോട് പെരുമാറി കഴിഞ്ഞാൽ കുട്ടി വഴിതെറ്റി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണോ കുട്ടി അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും അവൻ്റെ ഒപ്പം കളിക്കാനും തമാശ പറയാനും അവൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന നല്ല പാരന്റ്സിനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോ നമ്മളിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാ റെസ്റ്റും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും വീട്ടിൽ റൂമിൽ ചെല്ലുന്നത്. ആ സമയത്തായിരിക്കും അവർ കളിക്കാൻ വിളിക്കുന്നത്. നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ ആ ടൈമിൽ പോലും നമ്മുടെ മൂഡ് ഓഫ് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടീനെ അത്രയും സ്നേഹത്തോടെ ഒളിച്ചൊളിയൊക്കെ ഇരിക്കും കളിക്കുന്ന സമയത്ത് ചിലപ്പോ അങ്ങനെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ രാത്രി കളിക്കണം എന്ന് പറയുന്നില്ല, സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അതല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെയാണ് പാർക്കിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാണെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പകൽ രാത്രി അധികം നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷെ സൺഡേസ് ഒരു ഈവനിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഫുൾ ടൈം കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യും. കാരണം സൺഡേസിൽ ഈവനിങ് വേറൊരു ഫംഗ്ഷനും ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പാർക്കിൽ അല്ലെങ്കിൽ ബീച്ചിൽ എന്തെങ്കിലും പോകും, ഫുൾ ടൈം കുട്ടികളോടൊപ്പം തന്നെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. ഞാൻ എപ്പോഴും പറയും അങ്ങനെ അവരോട് ഒരു ആദ്യമൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ആളുടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്, കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനൊരു ഇതുണ്ട്. ഞാൻ ആദ്യം പറയുമ്പോൾ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ആൾക്ക് മനസ്സിലായി മോള് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് മോളിനെ കുറച്ച് അകന്ന് പോണ പോലെ തോന്നിയിട്ട് അവളോട് ലൗഡ് വോയിസിൽ സംസാരിക്കരുത്, സ്നേഹത്തോട് സംസാരിക്കണം. അപ്പൊ ആളോട് നല്ല വാത്സല്യത്തോടെ എനിക്ക് ഇഷ്ടമുണ്ട് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നമുക്ക് നമ്മൾ പറയില്ലേ ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എന്തായാലും പ്രകടിപ്പിക്കുക തന്നെ വേണം. ആ ഇഷ്ടം നമ്മൾ കുട്ടികളോട് കാണിച്ച് തന്നെ എന്ത് ചെയ്യണം, വളർത്തണം. അപ്പൊ അങ്ങനെ വളർത്തുമ്പോൾ അവരൊരു പോസിറ്റീവ് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, പോസിറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ അഫെക്ഷൻ, ബിലോങ്നെസ്, സെക്യൂരിറ്റി, അറ്റൻഷൻ, ഹെൽത്ത് കെയർ, അൺകണ്ടീഷണൽ ലവ്, കണ്ടീഷണൽ അല്ല അൺകണ്ടീഷണൽ ലവ്, ഇതെല്ലാം കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സേഫ് സറൗണ്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നല്ല സേഫ് ആയിട്ടുള്ള ചുറ്റുപാട് അവർക്ക് ഓക്കെയാണ്, അവര് സേഫ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗൈഡൻസ് ആൻഡ് ഡിസിപ്ലിൻ, നല്ല ഗൈഡൻസ് നല്ല ഡിസിപ്ലിനും ഓട്ടോമാറ്റിക്കലി അവരിൽ വരും. നമ്മൾ നല്ല ഫ്രീഡം കൊടുത്താണ് കുട്ടികളെ വളർത്തണമെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ മോണ്ടിസോറി പഠിച്ചു. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ നീഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന സൈക്കോളജിക്കൽ നീഡ്സ്, കുട്ടികളിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? പ്രോപ്പർ ആയിട്ട് ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം. കാരണം അവർക്ക് രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വെക്കണം. അതേപോലെ പ്രോപ്പർ ആയിട്ട് എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ വേണം കുട്ടിക്ക്, അല്ല ഒരു വ്യക്തിയെ ഒരു ദിവസം എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം വെള്ളമായിട്ട്? 2 ലിറ്റർ 8 ഗ്ലാസ് 8 ഗ്ലാസ് 2 liters വാട്ടർ ഇങ്ങനെ കുടിക്കാം. അതേപോലെ കുട്ടികൾ അവർക്ക് ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്തിങ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ക്ലോത്തുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, പ്രോപ്പർ ആയിട്ട് സ്ലീപ്പും റെസ്റ്റും പ്രൊവൈഡ് ചെയ്യാം. ദെൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ആക്ടിവിറ്റീസ് എക്സസൈസ്, നമുക്കറിയാം ആക്ടിവിറ്റീസും എക്സസൈസും ഒന്നും ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന കുട്ടികളിൽ എന്ത് വരാനുള്ള ചാൻസ്, ഫിസിക്കലി എന്താണ് നമ്മുടെ ഡെവലപ്മെന്റ് മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആക്ടിവിറ്റീസും എക്സസൈസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ കൊടുക്കണം. ഇതൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് വാട്ടർ നോക്കാം. ഫുഡ് പ്രൊവൈഡ് എനർജി. സൈക്കോളജിക്കൽ നീഡ്സിന്റെ നോട്ട് ഒന്ന് പറഞ്ഞുതരും, ഒന്ന് എഴുതിയെടുക്കാന്. ഓക്കെ, സൈക്കോളജിക്കൽ നീഡ്സ് ഞാൻ
ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമോ നോക്കാം. സൈക്കോളജിക്കൽ needs gap. Their needs are essential. People's needs our psychological needs are essential for mental health and well-being. Then നമ്മൾ psychological needs എക്സാമ്പിൾസിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻസ് കണക്ട് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം എന്നോട്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് ആൻഡ് വാട്ടർ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് വാട്ടർ നമുക്ക് വേണം. ഫുഡ് പ്രൊവൈഡ് എനർജി ടു വർക്ക്. ഫുഡാണ് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബോഡി. നമുക്ക് ബോഡിയുടെ ഗ്രോത്തിനും മെയിൻ്റെനൻസിനും നമുക്ക് ഫുഡ് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തും മെയിൻ്റെനൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ട് ഫ്രം ദ ഡിസീസ്. അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് പെർഫോമിങ് സൈക്കോ സോഷ്യൽ ഫങ്ഷൻ ടൂൾ. അതേപോലെ തന്നെ സൈക്കോ സോഷ്യൽ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള വോയിസ് ക്ലിയർ അല്ല. 1 മിനിറ്റ്. ഞാനിപ്പോ പറഞ്ഞു നോക്കാം. ക്ലിയർ ആണെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ നോക്കാം കേട്ടോ. ഫുഡ് പ്രൊവൈഡ് എനർജി ടു ഡു വർക്ക്. നമുക്ക് ഫുഡ് എന്തിനാണ്? നമ്മുടെ എനർജിയാണ്. നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ട എനർജി നമുക്ക് എന്തിലാണ്? ഫുഡിൽ നിന്നാണ്. സോ നമ്മളെ ഗ്രോത്തിനും നമ്മുടെ ബോഡിയുടെ മെയിൻ്റെനൻസിനും അതേപോലെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നമുക്ക് സൈക്കോ സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം. അപ്പൊ നമ്മൾ ഗവൺമെന്റ് കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് പ്രോപ്പർ ആയിട്ട് ഫുഡ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ കുട്ടി ജനിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 6 മന്ത്സിന് ശേഷം അംഗനവാടി വഴിയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ഇല്ലേ? നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടാവുമല്ലോ പോഷകാഹാരങ്ങള്. ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഓക്കെ. അതേപോലെ തന്നെ ഒരു 3 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് പോഷകാഹാരം അത് പാക്കറ്റിൽ കൊടുക്കുന്നത് നിർത്തിയിട്ട് ഒരു അംഗനവാടി നേഴ്സറി വഴി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോൾ സ്കൂളിൽ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ മിഡ് ഡേ മീൽസ് പ്രോഗ്രാം വഴി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫുഡ് നമ്മൾ ഗവൺമെന്റ് ഏകദേശം കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടി പോഷകാഹാരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചില സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സ്കൂളാണോ എന്ന് അറിഞ്ഞില്ല, എഗ്ഗും മിൽക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി എഗ്ഗും മിൽക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള സ്കൂളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എഗ്ഗും മിൽക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അംഗനവാടിയിലൊക്കെ ഉണ്ട് മാം. അംഗനവാടിയിൽ ആണല്ലേ? ഓക്കേടാ. അപ്പോ അതേപോലെ തന്നെ നമ്മളുടെ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. നമുക്ക് ഡൈജഷൻ ഒക്കെ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? വെള്ളം വേണം. ഓക്കെ. വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെയിൻ ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡി ഫങ്ഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ പ്രോപ്പർ ആവാനായിട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കളറ് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ കളർ ടോൺ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. കളർ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. സഫിഷ്യന്റ് അല്ല, ഞാൻ അങ്ങനെയാണ്. ഞാൻ ഓക്കെ.
ഞാൻ കൂടുതലായിട്ട് വെള്ളം കുടിക്കും. എന്നുവെച്ചാല് ഭക്ഷണത്തെക്കാൾ കൂടുതൽ വെള്ളം കുടിക്കും. അപ്പൊ സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നുണ്ട്. സുന്ദരിയാന്ന് പറഞ്ഞാൽ മതിയോ? Okay, thanks. A sufficient amount of food and water at the right time help the child to stay healthy and happy. ഈ കുട്ടി നല്ല രീതിയിൽ ഹെൽത്തി ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവന് പ്രോപ്പർ ആയിട്ട് ഫുഡും പ്രോപ്പർ ആയിട്ട് വാട്ടറും വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ഫുഡും വെള്ളവും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അവര് ഒരുപാട് പേര് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഈ ഡിഷ് വേണ്ട, ഇന്ന ഡിഷ് മതി, അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവരോട് പറയാം, ഈ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത എത്രയോ കുട്ടികളെ നമുക്ക് ഈ ലോകത്തുണ്ടെന്ന് അറിയാവോ. പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് പറയാം, നമുക്ക് കിട്ടുന്നത് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെയാണ്. നമുക്ക് അന്നെന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിന് തുല്യാണ്. അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കാം. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് പ്രെയർ പറയും. ഞാനൊരു ക്രിസ്ത്യൻ ആ ഒരു സ്കൂളിലാണ് പഠിച്ചത്. സോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രെയർ ചെയ്യണം. കാരണം നമുക്ക് ഇന്ന് കണ്ണം തന്ന ദൈവത്തിന് നന്ദി പറയുന്നതായിട്ടാണ്. അതങ്ങനെ പറഞ്ഞ് ശീലിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആ ഒരു ഫുഡിനോടുള്ള റെസ്പെക്ട് അങ്ങനെ ആ റെസ്പെക്ട് നമുക്കത് കാണിക്കാൻ പറ്റും ദൈവത്തോട്. അപ്പൊ അവർക്ക് ആ ഫുഡ് റെസ്പെക്ട് ചെയ്യും. ഒരു അരമണി പോലും അവർ വേസ്റ്റ് ചെയ്യില്ല, ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്, എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലൊന്നും പൈപ്പ് കണക്ഷൻ ഒന്നും ഉണ്ടാവും, ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. ഒത്തിരി ദൂരത്ത് നിന്ന് ആ വെള്ളം കൊണ്ടുവരുന്നത് വെച്ചാൽ നല്ല വെള്ളം വെച്ചാൽ പ്യുവർ വാട്ടർ കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി ദൂരത്ത് നിന്ന് പോയിട്ട് നമ്മളത് ക്യാരി ചെയ്ത് കൊണ്ടുവരണം. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സമയമായപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ വാട്ടർ കണക്ഷൻ എടുത്തത്. അത്രയും നാള് ഞങ്ങൾക്ക് വെള്ളം എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ ഓസ് ഇട്ടെടുക്കണം, അല്ലെങ്കിൽ പൈപ്പിൽ വെച്ച് കുടത്തിൽ കൊണ്ടുവരണം. അപ്പൊ ആ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറിന്റെ വാല്യൂ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഒരു കാരണവശാലും പ്യുവർ വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം കുളങ്ങളും അതേപോലെ തന്നെ വെള്ളവും അത്യാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ എന്തോരം കഷ്ടപ്പാടാണെന്ന് അറിയാമോ ഈ പ്യുവർ വാട്ടർ എന്നുള്ളത്. ശുദ്ധജലം അവിടെ അത്രയും കിട്ടുന്നില്ല, അവരുടെ കൃഷി ആവശ്യത്തിനോ അത്രയും എന്തില്ല, ഈ വെള്ളം കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ആ വെള്ളം പാഴാക്കരുത്, കുടിവെള്ളം ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ് കുട്ടികളെ കൊടുക്കണം. അതേപോലെ തന്നെ വാട്ടർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോൾ തിള വരുമ്പോ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യും, അങ്ങനെയല്ലോ? ഇല്ല, നല്ലോണം തിളപ്പിച്ചാറിയ ശേഷം കൊടുക്കും. നല്ല വെട്ടി തിളയ്ക്കും. നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. വെട്ടി തിളച്ച് ആറ്റിയ വെള്ളമായിരുന്നു കുട്ടികൾ പ്രൊവൈഡ് ചെയ്യാൻ. ഈ ഒരു പോർഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ചപ്പോ തേർഡ് യൂണിറ്റ് ആയിട്ട് ഫുഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളൂ. ദെൻ ക്ലോത്തിങ് ആണ്. ചില കുട്ടികളൊക്കെ ഭയങ്കര ടൈറ്റ്, ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങാനല്ലേ, ചെറിയ കുട്ടികൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഒക്കെ ആയിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷെ ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അവർക്കത് അൺകംഫർട്ടബിൾ ആണ് അല്ലെ. അവർക്ക് ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. അവർക്ക് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡ്രസ്സ് അല്ലെങ്കിൽ ക്ലോത്ത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർക്ക് ക്ലോത്ത് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സമ്മർ സീസണിൽ ഏത് ക്ലോത്ത് ആണ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ക്ലോത്ത് ആണ്? കോട്ടൺ, ബനിയൻ അതുപോലത്തെ. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ മൺസൂൺ സീസൺ ആണ്. മൺസൂൺ ടൈമിൽ ഏതായിരിക്കും? അത് എനിക്ക് തോന്നുന്നില്ല. വൂളൻ വിന്ററിന്റെ സമയത്താണ്. ഇപ്പൊ നമ്മൾ കുട്ടികളെ വീടാണെങ്കിൽ വൂളൻ ഉപയോഗിക്കുന്നത്. പോളിസ്റ്റർ പോലെയുള്ളതൊക്കെയാണ് വേഗം ഉണങ്ങും, ഉണങ്ങാനായിട്ട് എളുപ്പമാണ്. നനഞ്ഞ തുണികള് പോളിസ്റ്റർ, അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് നൈലോൺ അല്ലെ, നൈലോൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള
സ്കിന്നിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്ലോത്തുകൾ പ്രൊവൈഡ് ചെയ്യാം, ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്തുകൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് മൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അവർക്ക് ഫ്രീലി അവർക്ക് കൈയും കാലൊക്കെ ഇരുന്ന് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലോത്തുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട് നല്ല കളറിലേക്ക് ക്ലോത്ത് ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. എന്റെ മോക്ക് പിങ്ക് കളർ എന്ന് പറഞ്ഞിട്ട് പിങ്ക് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ എല്ലാ ഡ്രസ്സിന്റെയും കളർ പിങ്ക് ആണ്. പിങ്കിന്റെ തന്നെ ഇത്ര എന്താ പറയാ വെറൈറ്റി ഇതുണ്ടെന്ന് എന്താ പറയാ അവളെ കൊണ്ട് അവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം ഇത് പിങ്ക്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള പിങ്ക്, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈനിലുള്ള കളർ ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ക്ലോത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ഇൻഡിവിജ്വലി ഓരോ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുപ്പിക്കണം, അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലോത്തിന്റെ കാര്യം അവരെ കൊണ്ട് സെലക്ട് ചെയ്യിച്ച് നോക്കാം. അവർക്ക് തീരുമാനങ്ങൾ ചെറുപ്പത്തിലെ ഒരു ഡിസിഷൻ അവർക്ക് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. കുട്ടികൾ അങ്ങനെയുണ്ട്. Clothing, proper selection of cloth, keep the child safe from the climate. Proper ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും നമ്മൾ കുട്ടികൾക്ക് സെലക്ട് ചെയ്യേണ്ടത്. ക്ലൈമറ്റിനനുസരിച്ച്, ക്ലൈമാറ്റിക് ചേഞ്ചസിനനുസരിച്ച് വേണം നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത്. Clothes have to be comfortable not only to delicate skin of the child but should also help free movements of limbs. സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ളത് മാത്രമല്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റണം. അത് അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ലിംസും കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റണം. Children feel very pleasant when their garments have attractive design and color. കുട്ടികൾ നല്ല അട്രാക്റ്റീവ് ഡിസൈനും കളറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ അത്യാവശ്യം പ്ലസന്റ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. ദെൻ കുട്ടികൾ വേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. പ്രോപ്പർ ആയിട്ട് ടൈം കുട്ടികൾ ഉറങ്ങണമെന്നുണ്ട്. അപ്പം അത്രയും ടൈം തന്നെ കുട്ടികൾക്ക് ഉറങ്ങാനായിട്ട് അനുവദിക്കണം, അലോ ചെയ്യണം. ഓക്കെ. അപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടികൾ ഒത്തിരി ടൈം ഉറങ്ങും. കാരണം അവർക്ക് ഗ്രോ ചെയ്യണം, അവര് ഫുഡ് കഴിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ അവർക്ക് ബോഡി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. അപ്പൊ നമ്മൾ അവർക്ക് സ്ലീപ്പും റെസ്റ്റും കൊടുക്കണം. എന്നാലാണ് അവർക്ക് ഉണരുമ്പോൾ നല്ല പോസിറ്റീവ് ആയിട്ട് നല്ല ഫീലിങ്ങോട് കൂടി, പോസിറ്റീവ് പ്ലസന്റ് ഫീലിങ്ങോട് കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണരാൻ പറ്റുള്ളൂ. The child must allow to get enough sleep and rest. കുട്ടികളിൽ എനഫ് ആയിട്ടുള്ള സ്ലീപ്പും റെസ്റ്റും കിട്ടണം. This gives the rest to the body and organs and the child feels fresh when woken up. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കിട്ടിയാലാണ് കുട്ടികളുടെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ്, അവരെ ഉണരുമ്പോൾ ഫ്രഷ് ഫീലിംഗ് അവർക്ക് കിട്ടുള്ളൂ. ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് ആണ്. Being at growth age, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീ സ്കൂൾ ചൈൽഡ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര വികൃതിയായിരിക്കും. A good amount of physical activity, free play, of course, under adult supervision is essential for sufficient muscle development. അപ്പോൾ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കണം. കാരണം അവർ ഭയങ്കര ആക്റ്റീവ് ആണ്, അവർക്ക് ഫിസിക്കലി ഒത്തിരി എനർജി ഉണ്ട്. നമ്മളത് ആക്ടിവിറ്റീസിലൂടെ ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാൻ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അഡൾട്ടിന്റെ സൂപ്പർവിഷൻ മസ്റ്റ് ആണ്. അഡൾട്ടിന്റെ സൂപ്പർവിഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള മസിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി. Exercise can hinder the normal growth of the children that result in growth reduction or malfunctioning in long run. ഇപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല, ലാക്കാണ്, ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളുടെ ഗ്രോത്ത് മന്ദഗതിയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറെ നാൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ മാൽ ഫങ്ഷനിങ്, സോ ഒരു കാര്യം ഒരു ഫങ്ഷൻ പോലും ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്ത് കൊടുക്കുക, വർക്കൊക്കെ ചെയ്യിക്കുക, ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ മസിൽ ഡെവലപ്മെന്റ് സംഭവിക്കും. അല്ലെങ്കിൽ ഗ്രോത്ത് റിഡക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, ഗ്രോത്ത് മന്ദഗതിയിലാവും. ദെൻ ഹൈജീൻ ആണ്. നമ്മൾ കുട്ടികളുടെ കറക്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ഹാബിറ്റ്സുകൾ കുട്ടികളിൽ ട്രെയിൻ ചെയ്യിക്കണം. അവരുടെ പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീനസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ടോയ്ലറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ട്രെയിൻ ചെയ്യിക്കണം. ടോയ്ലറ്റിൽ പോയതിനു ശേഷവും നമ്മൾ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യണം. ഫുഡ് കഴിക്കുന്നതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യണം.
അതേപോലെ അവരുടെ ഓർഗൻസ്, ബോഡി ഓർഗൻസ്, ഐ, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ബോഡി പാർട്സ് ഉണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വൈറ്റിലായിട്ടുള്ള ജെനിറ്റൽ പാർട്സ്, ജനലേരിയ, അവർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അവർക്ക് ഹാൻഡ് വാഷിംഗ് പറഞ്ഞു കൊടുക്കണം. സോപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളിങ്ങനെ കൈ നല്ല രീതിയിൽ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പഴയൊരു എന്താണ് ഒരു ഡെറ്റോളിന്റെ പരസ്യമുണ്ട്, ഓർമ്മയുണ്ടോ? ആ ഡെറ്റോളിന്റെ പരസ്യത്തിൽ ഇങ്ങനെ ഹാൻഡ് വാഷിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഗുണ്ടുകൊസ് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം, 2 minutes വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോപ്പ് ഇട്ടാൽ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതേപോലെയാണ് വാഷ് ചെയ്യുന്നത്. കൊറോണയിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, അവൻ കറക്റ്റ് ആയിരുന്നു, അങ്ങനെയായിരുന്നു വാഷ് ചെയ്യുന്നത്, അല്ലാതെ 2 സെക്കൻഡ് കൊണ്ടുള്ള വാഷൊക്കെ വെറുതെ ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കൊറോണയുടെ സമയത്ത്. അപ്പൊ എങ്ങനെ ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നത് പറഞ്ഞുകൊടുക്കണം. ജസ്റ്റ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഞാൻ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം, ടൈം പോയതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ആക്ടിവിറ്റി തരാണ് നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തരാണ്. കുറച്ച് ഫീലിങ്സിനെ കുറിച്ച് നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. ഓരോ ഫീലിങ്സിനെ കുറിച്ചിട്ടും നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. അഫെക്ഷൻ എന്ന് പറയുന്ന ഫീലിംഗ് എന്താണ്, അതെങ്ങനെയാണ് കുട്ടികളോട് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് ആരും എഴുതിക്കൊണ്ടുവരും. എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം. അമ്പിളിയാണോ? അഫെക്ഷൻ അമ്പിളി. ദെൻ ഹ്യൂമർ, തമാശ, നല്ലൊരു ടോപ്പിക് ആണ്. തമാശ ആരുടെ ചെയ്യണേ? ഞാൻ വിളിക്കണോ? ജ്യോതി. ഫിയർ, ഭയം. കുട്ടികൾ പല ടൈപ്പ് ഓഫ് ഫിയർ ഉണ്ടാവും. ആതിര. ഓക്കെ. ആങ്കർ, ദേഷ്യം. ആങ്കർ. ആരാണ്? സിനു. യെസ് മാം. പിന്നെ ഹാപ്പിനെസ്, സന്തോഷം. നൗഫല. ആരാണ്? ഉമ്മ. ഉമ്മ. സാഡ്നെസ് നൗഫല കേട്ടോ. സാഡ്നെസ് നൗഫല. ഓക്കെ. ഇത്രയും ഫീലിങ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും എഴുതിക്കൊണ്ട് വരണം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ. ഞാൻ ഈ ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ളതാണ്. ഓക്കെ. എല്ലാവരും തയ്യാറായിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് ആണ്. നാളത്തെ എന്റെ ക്ലാസ് ഞാൻ ആദ്യ ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് മുതൽ ആ വീക്കിൽ എനിക്ക് 1 hour ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഹൈജീൻ ആണ്. മാം, അഫെക്ഷൻ പറഞ്ഞില്ലായിരുന്നു, എന്നോടായിരുന്നു പറഞ്ഞിരുന്നത്. അത് നമ്മള് ഇപ്പം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് പറയണോ, അതോ മൊത്തത്തിൽ നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മള് എങ്ങനെ നമ്മൾ മൊത്തമായിട്ടുള്ളത് ഏജ് ലിമിറ്റ് വെക്കണ്ട. ഓക്കെ, താങ്ക് യു. ഹൈജീൻ നമ്മുടെ ടോപ്പിക് ഡീൽ ചെയ്തില്ലല്ലോ. അപ്പൊ ഹൈജീൻ ആണ് പറയുന്നത്. പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ക്ലീനിനെസ് ആർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗുഡ് ഹെൽത്ത്. നമുക്കറിയാം പേഴ്സണൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്ങിന്റെ ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഗുഡ് ഹെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫാക്ടേഴ്സ് ആണ്. ദിസ് ഡിമാൻഡ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? പ്രോപ്പർ ആയിട്ട് കുട്ടികളെ ടോയ്ലറ്റിംഗ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ. ആൻഡ് കെയർ ഓഫ് ദ ബോഡി, ഒരു ബോഡി എങ്ങനെ കെയർ ചെയ്യണം. ഓർഗൻസ് ഉണ്ട്, നമ്മളെ കണ്ണിന് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, നോസ് എങ്ങനെ കെയർ ചെയ്യണം, മൗത്ത് എങ്ങനെ കെയർ ചെയ്യണം, 2 times ബ്രഷ് ചെയ്യണം, അതേപോലെ ടീത്ത് എങ്ങനെ കെയർ ചെയ്യണം. അതന്നെ. ഇപ്പൊ ഹെയർ നല്ല രീതിയിൽ കോംബ് ചെയ്യണം. സ്കിൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്യണം, 2 times ഡെയിലി നമ്മൾ ബാത്ത് ചെയ്യണം. നെയില് നല്ല രീതിയിൽ കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം നമ്മുടെ കുട്ടികൾ പറഞ്ഞു കൊടുക്കും. ചിൽഡ്രൻ ഷുഡ് ബി ഗീവ് ട്രെയിനിങ് ടു കീപ് ദർ ആൻഡ് ജെന്റൽ ഏരിയാസ് ക്ലീൻ. അപ്പൊ നമ്മളുടെ ജെന്റൽ ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കുട്ടികൾ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവർ ഒരു 3 വയസ്സ് വരെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ 3 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കാനായിട്ട് ട്രെയിൻ ചെയ്യിക്കുക. ദെൻ അവരൊരു 6
ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും ഒരു പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പഠിക്കും. സോ ആൻഡ് ടു വാഷ് ദർ ഹാൻഡ്സ് ക്ലിയർലി വിത്ത് സോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് വാട്ടർ എവറി ടൈം ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റിൽ പോയതിനു ശേഷം വാട്ടർ ഒഴിക്കാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ ഹൈജീൻ ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളപ്പോ ഇന്നെടുത്ത ചാപ്റ്റർ, പുതിയ ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ്. സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു കുട്ടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് പറഞ്ഞത്. ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. സോ അവിടെ വരുന്നത് ഷെൽട്ടർ ആണ്. ഷെൽട്ടർ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, ദെൻ ഹൈജീൻ. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഇതില് വോക്കിംഗ് അപ്പ് എന്നല്ലേ, വേക്കിംഗ് അപ്പ് എന്നാക്കി, വേക്കാക്കി. എനിക്ക് ഇപ്പോഴാണ് മിസ്റ്റേക്ക് കണ്ടത്. വേക്കിംഗ് അപ്പ് എന്നാക്കട്ടാ. ഓക്കെ, എഴുന്നേക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വോക്കപ്പ് ചെയ്യാം, എഴുന്നേക്കുക. എവിടാ മാം? എടാ, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്ന വേർഡില്ലേ, നിങ്ങളുടെ ടെസ്റ്റില് തിരുത്തല്ലോ. അതില് വോക്കിംഗ് അപ്പ് എന്നാണ്, വേക്കിംഗ് അപ്പ് എന്നാണ് കേട്ടോ. യെസ് മാം. ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ, ഉണരുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറയാം മാം. ഓക്കെ ഇടാ, പറഞ്ഞോ. Good afternoon all. Good afternoon ma'am. Every ending is a new beginning. See you on the other side. Thank you ma'am, you are wonderful class. And my dear friends, thank you all. Signer Sinu Shagar. Prepare അല്ലായിരുന്നു കേട്ടോ മാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you ma'am. Thank you ma'am. Thank you.